അബി, അഭിലാഷ്, അഭിഷേക് ഇവർ 3 പേരും 60ാമത്തെ വയസ്സിൽ റിട്ടയർമെന്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അബി റിട്ടയർമെന്റ് ഫണ്ടിന് വേണ്ടിയിട്ട് 30ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി. മാസം 10,000 രൂപയുടെ SIP ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. അഭിലാഷ് 40ാമത്തെ വയസ്സിലാണ് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയത്. വൈകി തുടങ്ങിയതുകൊണ്ട് തന്നെ അഭിലാഷ് മാസം 20,000 രൂപയുടെ SIP എന്ന് തീരുമാനിക്കുകയാണ്. അഭിഷേക് 50ാമത്തെ വയസ്സിലാണ് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയത്. അദ്ദേഹം മാസം 30,000 രൂപയുടെ SIP ചെയ്യാൻ തീരുമാനിച്ചു. ഇനി നമുക്ക് നോക്കാം 60ാമത്തെ വയസ്സിൽ ഈ 3 പേരുടെ കയ്യിൽ ആരുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കാൻ സാധ്യതയുള്ളതെന്ന്. അബിയുടെ കയ്യിൽ 60ാമത്തെ വയസ്സിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള തുക എന്ന് പറയുന്നത് 3.5 കോടി രൂപയാണ്. അഭിലാഷിന്റെ കയ്യിലോ 2 കോടി രൂപയുടെ അടുത്തുണ്ടാകാം. അഭിഷേകിന്റെ കയ്യിലാണെങ്കിൽ വെറും 70 ലക്ഷം രൂപയുടെ അടുത്തുണ്ടാകാനാണ് സാധ്യതയുള്ളൂ. ഇനി ഈ അഭിഷേകിനും അഭിലാഷിനും അബിയുടെ അത്രയും 3.5 കോടി രൂപ വേണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എത്ര രൂപയുടെ SIP ചെയ്യേണ്ടി വരുമെന്ന് നമുക്ക് നോക്കാം. അഭിലാഷിനാണെങ്കിൽ 20,000 രൂപയുടെ SIPയുടെ പകരം മാസം ഏറ്റവും കുറവ് 35,000 രൂപയുടെ SIP എങ്കിലും ചെയ്യേണ്ടി വരും. അഭിഷേകിനാണെങ്കിലോ മാസം 30,000 രൂപയുടെ SIPയുടെ പകരം ഏറ്റവും കുറഞ്ഞത് 1.5 ലക്ഷം രൂപയുടെ SIP ചെയ്യേണ്ടി വരുമായിരിക്കും.